നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ശബരിമലയുടെ സീസണാണ്. ആളുകൾ ശബരിമലയിലേക്ക് തീർത്ഥയാത്ര പോകുന്ന സമയമാണ്. ഈ സമയത്ത് ശബരിമല എന്ന പേര് കുറച്ചുപേർക്ക് അതിൻ്റെ പിന്നിലുള്ള കഥ അറിയാൻ പറ്റും. അതായത് ചിലരെങ്കിലും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ശബരിമല എന്ന പേര് വന്നത്, അതിനെക്കുറിച്ച് പറയാമോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. ശബരിമല എന്ന പേര് വന്നതിന് പിന്നിലുള്ള ഐതിഹ്യ കഥ കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നുപോലെ കേട്ടോ. ശബരി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെക്കുറിച്ച് രണ്ട് രീതിയിലുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ കേൾക്കുന്ന കഥയിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമാണ് ഉത്തരേന്ത്യയിൽ കേൾക്കുന്ന കഥ. അപ്പോൾ ഞാൻ ആദ്യം ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള ഒരു കഥ, അല്ലെങ്കിൽ ആ നാട്ടും പുറത്തുനിന്ന് മാറി കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ പ്രചാരത്തിലുള്ള ഒരു കഥയെക്കുറിച്ച് പറയാം. ശബരി വേടന്മാരുടെ കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ്. വേടന്മാർ മൃഗങ്ങളെ വേട്ടയാടും, അവയെ കൊല്ലും, ചിലവരെ കൊന്നു തിന്നും. ശബരിക്ക് ഈ മൃഗങ്ങളോടും പക്ഷികളോടുമൊക്കെ വലിയ സ്നേഹമായിരുന്നു. അവയെ കൊല്ലുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല, അത് കൊന്നു തിന്നുന്നതൊക്കെ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ ഒരിക്കൽ അവൾ വീട് വിട്ടിറങ്ങി. അങ്ങനെ അവൾ എത്തിച്ചേരുന്നത് മാതംഗ മഹർഷിയുടെ ആശ്രമത്തിലാണ്. അവിടെ എത്തി പിന്നിലുള്ള കാലഘട്ടം മുഴുവനും ഈ മഹർഷിയോടൊപ്പമാണ് ശബരി താമസിക്കുന്നത്. ശബരിക്ക് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവളുടെ ഭക്തിയിലും അതേപോലെ തന്നെ ഇവളുടെ വീട്ടുകാർ ചെയ്ത കുറ്റകൃത്യങ്ങൾ, ഇവൾ പറയുന്നത് ഈ പക്ഷികളെയും മൃഗങ്ങളെയും കൊന്നൊടുക്കിയിട്ടുണ്ടല്ലോ, അങ്ങനെ കൊന്നൊടുക്കിയ പാപത്തിനൊക്കെ സ്വയം പരിഹാരം ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഈ ശബരിയെ ഋഷിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. മാതംഗ മഹർഷിക്ക് പ്രായമായി. അദ്ദേഹം ഏകദേശം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തോടെടുത്തു. ആ സമയത്ത് ഇദ്ദേഹം ഇവൾക്കൊരു വരം കൊടുക്കുന്നുണ്ട്. നീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമനെ നേരിൽ ദർശിക്കും. ഇതാണ് നൽകിയ വരം. അന്നു മുതൽ ശബരി രാമന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവൾ വർഷങ്ങളോളം കാത്തിരുന്നു. പിന്നീട് രാമൻ വനവാസത്തിൻ്റെ സമയത്ത് സീതയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ. സീത അന്വേഷിച്ചിറങ്ങുന്ന സമയത്ത് ഈ മാതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ശബരിയെ കണ്ടുമുട്ടുകയാണ്. ആശ്രമത്തിലെത്തിയ രാമനെയും ലക്ഷ്മണനെയും ഇവൾ അങ്ങേയറ്റം ആദരവോടെ സ്വീകരിച്ച് അവരെ സൽക്കരിക്കുന്നുണ്ട്. ആ സമയത്ത് രാമനും ലക്ഷ്മണനും വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വിശപ്പടക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കായ്കനികളോ പഴവർഗ്ഗങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം അവിടെ ഉണ്ടായിരുന്നത് നെല്ലിക്കയാണ്. ശബരി ഈ നെല്ലിക്കയുമായിട്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഒരു നെല്ലിക്ക എടുത്ത് കടിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇതിന് മധുരമുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രാമന് നേരെ നീട്ടി. ലക്ഷ്മണൻ കുറച്ച് സംശയത്തോടെയാണ് രാമനെ നോക്കുന്നത്. കാരണം ശബരി കടിച്ച നെല്ലിക്കയാണ് രാമന് നേരെ കൊടുക്കുന്നത്. പക്ഷേ രാമന് മനസ്സിലായി അങ്ങേറ്റം നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. രാമൻ അത് വാങ്ങിക്കഴിച്ചു. ലക്ഷ്മണനും അതുപോലെ തന്നെ ഒരു നെല്ലിക്ക എടുത്തിട്ട് കടിച്ചു നോക്കിയ ശേഷം കൊടുത്തു. ഇങ്ങനെ കടിച്ചു നോക്കാനുള്ള കാരണം ചില നെല്ലിക്കയ്ക്ക് വലിയ ചവർപ്പായിരിക്കും, ചിലതിന് നല്ല മധുരമുണ്ടാകും. അപ്പോൾ രുചിയുള്ള നെല്ലിക്കയാണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ ശബരി ഇത് കടിച്ചു നോക്കിയിട്ട് കൊടുക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ രാമന് മനസ്സിലായി, പിന്നീട് ലക്ഷ്മണന് മനസ്സിലായി അവരുടെ നിഷ്കളങ്കത കൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഇവരുടെ ആതിഥേയത്വത്തിൽ സന്തോഷവാനായ രാമൻ ഇവർക്ക് നവധ ഭക്തി ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതായത് രാമനെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ രാമനോടുള്ള ഭക്തി വെളിവാക്കുന്നതിന് വേണ്ടിയുള്ള 9 കാര്യങ്ങൾ ഇവർക്ക് വെളിവാക്കി കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം ഇവർ പോകുന്നു. രാമനെ ദർശിച്ചതിൻ്റെ സന്തോഷത്തിൽ ഇവർ മോക്ഷം തേടുന്നു. ഇതാണ് ഉത്തരേന്ത്യയിൽ വളരെ പ്രാബല്യത്തിലുള്ള കഥ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നെല്ലിക്ക കൊടുത്താണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെക്കുറിച്ച് ചില ഭജൻസിലൊക്കെ പറയുന്നുണ്ട്. കോൻ കഹത്തെ ഹേ ഭഗവാൻ ഖാത്തെ നഹി എന്ന് തുടങ്ങുന്ന ഭജന്റെ വരികളിൽ ഈ ഒരു പരാമർശമുണ്ട്. പക്ഷേ നമ്മൾ പക്ഷേ ഞാൻ കേട്ടിട്ടുള്ള കഥയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ കഥയനുസരിച്ചിട്ട് ശബരി മലവേടന്മാരുടെ കുലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി തന്നെയാണ്. പക്ഷേ അവർ ഈ ആശ്രമത്തിലെത്താനുള്ള കാരണം മറ്റൊന്നാണ്. ഇവരുടെ മൂപ്പൻ, ഇവരുടെ കുലത്തിലുള്ള മൂപ്പൻ ഇവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് മനസ്സിലാക്കിയ ശബരി ആ പ്രദേശത്ത് നിന്ന് ഒളിച്ചോടി പോവുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീതയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും അലഞ്ഞു തിരിയുകയാണ്. അങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുന്ന ഇവർക്ക് ദാഹിക്കുന്നു, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നു. ദാഹം അടക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് എവിടെയെങ്കിലും അരുവിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ അരുവി അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നത്. സ്ത്രീ ശബ്ദം കേൾക്കുമ്പോൾ ലക്ഷ്മണൻ സ്വാഭാവികമായിട്ടൊന്ന് സംശയിക്കുന്നുണ്ട്. കാരണം ശൂർപ്പണക ഇതിനു മുൻപേ രാമനോടും ലക്ഷ്മണനോടും വിവാഹാഭ്യർത്ഥന നടത്തി. അതേ തുടർന്ന് ശൂർപ്പണകയുടെ പരിഹാസ സഹിക്കവയതയപ്പോൾ ശൂർപ്പണകയുടെ മൂക്കും സ്ഥലങ്ങളും ലക്ഷ്മണൻ ചെത്തിക്കളഞ്ഞു. പിന്നീട് പ്രതികാരം ചെയ്യാൻ വരുന്ന രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇനി ശൂർപ്പണകയാണോ മറ്റേതെങ്കിലും വേഷണത്തിൽ വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മണൻ ഒന്ന് സംശയിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിൽ പറയുന്ന കഥയനുസരിച്ചിട്ട് വളരെ പ്രായമുള്ള ഒരു സ്ത്രീയായിട്ടാണ് ശബരിയെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ കഥയിൽ ഒരു യുവതിയെ അവർ കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത്. പിന്നീട് ഈ യുവതി അവരെ തൻ്റെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കുന്നു.
അവിടെ എത്തിയ ശേഷം അവരുടെ ആതിഥേയത്വം സ്വീകരിക്കാൻ പറയുന്നത്. ആ സമയത്ത് ഇവർ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? അപ്പോഴാണ് പറയുന്നത്, കുലത്തിൽപ്പെട്ട മൂപ്പൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി, അവിടെ നിന്ന് ഞാൻ ഒളിച്ചോടി പോകുന്നതാണ്, ഇവിടെ എത്തിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇവർ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്കിവിടെ തനിച്ച് കഴിയാനായിട്ട് ഭയമൊന്നുമില്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്നെ മലങ്കാളി അമ്മ കാത്തുകൊള്ളും. അതിനുശേഷം അവൾ മലങ്കാളി അമ്മയെ ചൂണ്ടിക്കാണിക്കുന്നു. നോക്കുമ്പോൾ ഒരു കല്ലില് മഞ്ഞളും ചന്ദനമൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അതാണ് മലങ്കാളി അമ്മ എന്നാണ് ശബരിയുടെ വിശ്വാസം. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ നെല്ലിക്ക കൊടുക്കുന്നു, കടിച്ച നെല്ലിക്കയാണ് കൊടുക്കുന്നത്. അതിനുശേഷം രാമനോട് ശബരി പറയുന്നുണ്ട്, എനിക്ക് അങ്ങയെ മനസ്സിലായി. അപ്പോൾ രാമൻ ചോദിക്കും, എന്നാൽ ആരാണെന്ന് പറയൂ. അപ്പോൾ ശബരി മറുപടി പറയും, അങ്ങ് ആദിനാരായണ സ്വാമിയാണ്. അതിനുശേഷം ലക്ഷ്മണനെ തിരിഞ്ഞിട്ട് പറയും, അങ്ങ് സർപ്പരാജനായ അനന്തനാണ്. ശബരി രാമനോട് ആവശ്യപ്പെടുന്നു, എനിക്ക് മോക്ഷം ലഭിക്കേണ്ട സമയമായി, അങ്ങ് അതെനിക്ക് അനുവദിച്ചു തരണമെന്ന് പറയുന്നു. ഞാൻ ഈ കഥ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചത് ശബരിക്ക് എന്തെങ്കിലും ശാപം കിട്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അഹല്യ മോക്ഷമൊക്കെ കണ്ടിട്ടുണ്ട്. അഹല്യ ഒരു ശിലയായി മാറുന്നതും പിന്നീട് രാമന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ ആ ശിലയ്ക്ക് മോക്ഷം ലഭിക്കുന്നതുമായ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും ഒരു ശാപം കിട്ടിയ കഥയെക്കുറിച്ച് എങ്ങും പരാമർശിക്കുന്നില്ല. ഒരുപക്ഷെ ഈ ലോകത്തു നിന്നും പരലോകം പോകാനുള്ള ഒരു മോക്ഷത്തിന് വേണ്ടിയായിരിക്കും അവൾ ആവശ്യപ്പെടുന്നത്. അതനുസരിച്ചിട്ട് രാമൻ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുന്നു. ഇത് പറഞ്ഞതിന് ശേഷം തങ്ങൾക്ക് ആതിഥേയത്വം നൽകിയ ശബരിയോട് നന്ദി പറഞ്ഞ് രാമനും ലക്ഷ്മണനും നടക്കുന്നു. ഇവരെ കുറച്ചു നേരം ശബരി അനുഗമിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ലക്ഷ്മണൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വലിയൊരു അഗ്നിയാണ്. പിന്നീട് ശബരി ആ അഗ്നിയിൽ സ്വയം എരിയുന്നതാണ് രണ്ടുപേരും കാണുന്നത്. അങ്ങനെ അതിലെരിഞ്ഞ് ചാരമായി തീരുകയാണ് ശബരി, ഭസ്മമായി തീരുകയാണ്. രാമൻ പറയുന്നത് അവര് സ്വയം അവരുടെ യോഗാഗ്നിയിൽ ലയിച്ച് ഭസ്മമായി തീർന്നതാണ്. ഇപ്പോഴും ആളുകളുടെ വിശ്വാസം ഈ ഭസ്മതീർത്ഥക്കുളം എന്ന് പറയുന്നിടത്താണ് ശബരി സ്വയം ദഹിച്ച് മോക്ഷം നേടിയതെന്നാണ്. പിന്നീട് രാമൻ പറയുന്നു, ഈ മല ഇനിമേൽ ശബരിയുടെ പേരിൽ അറിയപ്പെടും. അവൾ വസിച്ചിരുന്ന ആ മലയായിരുന്നു ഇന്നത്തെ ശബരിമല. ശബരിയുടെ മല എന്ന അർത്ഥത്തിലാണ് ശബരിമല എന്ന പേര് ഈ മലയ്ക്ക് ലഭിക്കുന്നത്. ഇതാണ് ശബരിമലയ്ക്ക് ആ പേര് ലഭിച്ചതിന് പിന്നിലുള്ള ഐതിഹ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കഥകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാനിപ്പോൾ പറഞ്ഞ കഥകളിൽ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. മറ്റൊരു കഥ പറച്ചിലുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.